രൗദ്രതാണ്ഡവം. രചനാവതരണം നന്ദുവച്ചു കൃഷ്ണ. സിദ്ധി, സിദ്ധി, ഇതെന്തൊരു ഉറക്കവാ പെങ്കൊച്ചേ? സിദ്ധി, എടി. കിഴക്ക് വെള്ള കയറിയെന്ന് കണ്ടതും കല്യാണിയമ്മ ഓടിപ്പാഞ്ഞ് കയറി വന്നതാണ് മുകളിലോട്ട്. ഇവിടെ എത്തി അവളെ കണ്ടപ്പോ ആണ് അവർക്ക് ആശ്വാസം തോന്നുന്നത്. ഇന്നലെ പെൺകൊച്ച് മുകളിൽ കിടക്കുകയാണെന്ന് പറഞ്ഞ നേരം മുതൽ ശരിക്കും പറഞ്ഞാൽ ഉറക്കം പോലും വന്നിരുന്നില്ല. അതാ രാവിലെയാവാൻ പോലും കാത്തിരിക്കാതെ കയറി വന്നത്. ഇവിടെ കയറി വന്നവളെ കാണും വരെ മനസ്സിലുണ്ടായ വെപ്രാളം തനിക്കും ഭഗവാനും മാത്രമേ അറിയാമായിരുന്നുള്ളൂ. വന്ന നേരം മുതൽ പെണ്ണിനെ വിളിക്കുന്നതാണ്. അവളാണെങ്കിൽ ആന കുത്തിയാൽ എഴുന്നേൽക്കില്ല എന്നുള്ള വാശിയിലും. അവസാനം ഒരു നിവൃത്തിയും ഇല്ലാതെ പെണ്ണിന്റെ കയ്യിൽ 2 തല്ലു കൊടുക്കേണ്ടി വന്നു. അപ്പോഴാണ് അവള് പാതി കണ്ണു തുറന്നത്. ഇതെന്തൊരു ഉറക്കമാണ് സിദ്ധി? ഇന്നലെ രാത്രി എന്താ നീ മോഷ്ടിക്കാൻ വല്ലതും പോയോ? വെറുതെ ഒന്ന് തട്ടിയാൽ പോലും ഉറക്കം ഉണർന്നുകൊണ്ടിരുന്നവൾ ഇന്നിങ്ങനെ ബോധം കെട്ട് ഉറങ്ങുന്നത് കണ്ട് അവര് വല്ലാത്ത ആശങ്കയിലായിരുന്നു. അമ്മമ്മേ, അമ്മമ്മ എപ്പോ വന്നു? മുന്നിൽ നിൽക്കുന്നവരെ കണ്ടതും അവൾ ചാടി എഴുന്നേറ്റ് അവരെ കെട്ടിപ്പിടിച്ചു. ഞാൻ വന്നതും നിന്നതുമൊക്കെ പോട്ടെ, അതിനു മുന്നേ ഇത് പറ, നീ എന്താ ഇവിടെ വന്ന് കിടന്നത്? അവരങ്ങനെ ചോദിച്ചതും സിദ്ധി ഞെട്ടിക്കൊട്ട് ചുറ്റുപാടും നോക്കി. ഇന്നലെ താനായി അരികിൽ പിടിച്ച് കിടത്തിയവന്റെ ചൂടും സാമീപ്യവും അവിടെ ഇല്ലെന്നറിഞ്ഞ നിമിഷം അവളിൽ നിന്നുതിർന്ന നിശ്വാസത്തിന് ആ നിമിഷം അവളുടെ ജീവന്റെ വില തന്നെ ഉണ്ടായിരുന്നു. ചോദിച്ചത് കേട്ടില്ലേ പെണ്ണെ, നീ എന്താ ഇവിടെ വന്ന് കിടന്നതെന്ന്? അത് പിന്നെ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയായപ്പോൾ ഇവിടെ വന്ന് കിടക്കാൻ പറഞ്ഞു. ആര്? വംശിമോനാണോ? മൂളിക്കൊണ്ടവൾ മുഖം താഴ്ത്തി. നിങ്ങൾ നിങ്ങൾ തമ്മിൽ വഴക്കൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? എത്ര ചോദിക്കണ്ടേ എന്ന് വെച്ചിട്ടും ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അവർക്ക്. വഴക്കല്ലാതെ വേറെ എന്തെങ്കിലും വംശി വൈകുണ്ഠത്തിന് പറയാൻ അറിയാമോ എന്ന് തിരിച്ചു ചോദിക്കാൻ ചെന്നവൻ തുടങ്ങിയവളുടെ നാവിനെ പറ്റിച്ചുകൊണ്ട് ആ 2 ദിവസങ്ങളിൽ അവനിൽ നിന്ന് കിട്ടിയ കെയറിങ് ഓർത്തപ്പോൾ പെണ്ണിന്റെ നാവ് ഒരു നിമിഷം നിശ്ചലമായി പോയി. ചോദിച്ചത് കേട്ടില്ലേ പെണ്ണെ, നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായോ എന്ന്? അമ്മമ്മയ്ക്ക് ഇത് എന്താണ്? കാക്കത്തൊള്ളായിരം പണിയുള്ള അങ്ങേരെന്തിനാണ് എന്നോട് വഴക്കുണ്ടാക്കാൻ വരുന്നത്? കുത്തിയുള്ള അമ്മമ്മയുടെ ചോദ്യത്തിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് പെണ്ണ് എഴുന്നേറ്റു. വാശിക്ക് ചാടി എഴുന്നേറ്റതാണെങ്കിലും കാൽപാദം നിലത്തോട്ടതും അവൾക്ക് വല്ലാത്ത വേദന തോന്നി. അമ്മേ! എഴുന്നേറ്റ പോലെ പെണ്ണ് അതുപോലെ വന്ന് കട്ടിലിരുന്നു. എന്താടി, എന്തു പറ്റി? ഓടി വന്നവരവളെ താങ്ങാൻ പോയതും പെണ്ണ് പെട്ടെന്ന് പിന്നിലേക്ക് മാറി. തൊടണ്ടമ്മേ, ഞാൻ പുറത്താ. അത് കേട്ടതും അവരവളെ തൊടാതെ പിന്നിലേക്ക് മാറി. തൊട്ടുകൂടാതെ ഇരിക്കുമ്പോഴാണോ നീ ഇവിടെ ഇങ്ങനെ വന്ന് കട്ടിലിൽ കയറി കിടന്നതും ഇവിടെ ആകെ തൊട്ടുമുടിച്ചതും? അവരുടെ ഒച്ചയെടുത്തുള്ള സംസാരം കേട്ടതും സിദ്ധി കണ്ണുകൾ രണ്ടും ഇറുക്കിയടച്ചു. അമ്മമ്മ അറിയുമ്പോൾ ഇങ്ങനെയൊരു പൊട്ടിത്തെറി താൻ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ അടുത്തു നിന്നത് കേൾക്കുമ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകി. കുളിച്ചിട്ട് വേഗം താഴേക്ക് വരാൻ നോക്ക് നീ. ദേഷ്യത്തിൽ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞിട്ട് അവര് പുറത്തേക്ക് പോയി. പക്ഷെ അപ്പോഴത്തേക്കും കാണുന്നത് അപ്പുറത്തെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വംശിയാണ്. ഉറക്കം എഴുന്നേറ്റുള്ള വരവാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം. അവരവന് മുഖം കൊടുക്കാതെ ധൃതിയിൽ താഴേക്കിറങ്ങി. വലിച്ചു കയറ്റിയ മുഖവുമായി താഴേക്കിറങ്ങി പോകുന്നതിനെ കണ്ണു തുടച്ചുകൊണ്ടവൻ ഒന്നുകൂടി നോക്കി. ഇവർക്കിത് എന്തു പറ്റി? ഇത്രയും ദേഷ്യത്തോടെ ചാടിത്തുള്ളിപ്പോകാൻ അവൾ എന്റെ മുറിയിലൊന്നും ആയിരുന്നില്ലല്ലോ. അങ്ങനെ ഓർക്കുമ്പോൾ ഇന്നലെ രാത്രി തന്നെ അവളെ ഉറക്കത്തിൽ അപ്പുറത്തെ മുറിയിൽ കൊണ്ട് കിടത്തിയതിന്റെ ചെറിയൊരു ആശ്വാസവും അവനുള്ളിലുണ്ടായിരുന്നു. ഇനിയിപ്പോ അവൾ എനിക്കൊപ്പം ഈ മുറിയിലായിരുന്നെങ്ങാനും അവരറിഞ്ഞു കാണുമോ? പെണ്ണ് ചിലപ്പോ അതും വിളിച്ചു പറഞ്ഞു കാണും. ഇങ്ങനെയൊരു കഴുത! ഇനിയിപ്പോ ശരിക്കും ആ കഴുത പറഞ്ഞിട്ടുണ്ടാവുമോ? ചോദ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നതും അവൻ നേരെ അവളുടെ മുറിയിലേക്ക് വിട്ടു. പക്ഷെ പെണ്ണിനെ അന്വേഷിച്ച് അകത്തേക്ക് കയറിയവൻ അവൾ അവിടെ കാണാതെ തിരിഞ്ഞതും ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്നതിന്റെ ശബ്ദം കേട്ടു. അവൾ കുളിക്കുകയാണെന്ന് മനസ്സിലായതും അവൻ തിരിഞ്ഞ് സ്വന്തം മുറിയിലേക്ക് പോയി. ഓഫീസിലെ 1-2 ഫോൺ കോൾസും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഏറെ നേരം എടുത്തു അവൻ താഴേക്ക് വന്നപ്പോൾ. ആഹാരം കഴിക്കാൻ ഇരിക്കുമ്പോഴും ദേവമ്മ വിളപ്പിക്കൊടുക്കുമ്പോഴും എല്ലാം അവന്റെ ഒരുവളുടെ കണ്ണു തേടിയത് അവളെ മാത്രമായിരുന്നു. മോനെന്താ കഴിക്കാതിരിക്കുന്നത്? അമ്മയുടെ ചോദ്യത്തിൽ നിന്നാണ് അവന്റെ കണ്ണുകൾ അടുക്കള ഭാഗത്തു നിന്നും പിൻവാങ്ങിയത്. കഴിക്കാൻ വേണ്ടി തുടങ്ങുകയായിരുന്നു. എനിക്കൊരു കോഫി വേണം. അവൻ അകത്തേക്ക് നോക്കി ഉറക്കെയാണ് പറഞ്ഞത്. കോഫി വേണോ? മോനിരിക്ക്, അമ്മ ഇപ്പോൾ തന്നെ എടുത്തുകൊണ്ടുവരാം. അമ്മ എഴുന്നേൽക്കണ്ട, ധാത്രി കൊണ്ടുവരും. ധാത്രി, ധാത്രി! അവരെ കൈയെടുത്ത് വിളിക്കുന്നതിനൊപ്പം തന്നെ അവൻ അടുക്കളയിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു. അത് വേണ്ട മോനെ, അമ്മ ഇപ്പോൾ എടുത്തുകൊണ്ടുവരാം. വേണ്ടെന്നല്ലേ പറഞ്ഞത്? അവള് കൊണ്ടുവന്നോളും.
അല്ലെങ്കിൽ തന്നെ രാവിലെ എഴുന്നേറ്റ ശേഷം അവളെ കാണാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് നല്ലോണമുണ്ട്. അതിനൊപ്പം അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് കണ്ടതും വംശിയുടെ കണ്ണുകൾ ചുരുങ്ങി. ദേഷ്യം കൊണ്ട് അവന്റെ മുഖം ചുവന്നു. ധാത്രി! ദേഷ്യത്തോടെയുള്ള അടുത്ത വിളിയിൽ അവിടെ എവിടെ നിന്നാണെന്നറിയില്ല പെണ്ണിന്റെ മുഖം അടുക്കളവാതിലിൽ പ്രത്യക്ഷപ്പെട്ടു. എന്താടി, വിളിച്ചാ വരാൻ വയ്യായോ നിനക്ക്? അവളെ കണ്ടതുമല്ല ദേഷ്യത്തോടെ ചോദിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ചെന്നവൻ കാണുന്നത് കരഞ്ഞു കലങ്ങിയ മുഖവുമായി തന്നെ ഒന്ന് നോക്കുപോലും ചെയ്യാതെ തല കുമ്പിട്ട് നിൽക്കുന്നവളെയാണ്. ധാത്രി, നീ കരഞ്ഞോ? മറ്റൊന്നും ചിന്തിക്കാതെ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തിയവൻ കാണുന്നത് കണ്ണു നിറഞ്ഞൊഴുകി നിൽക്കുന്നവളെയാണ്. എന്താടി, എന്തിനാ നീ കരയുന്നേ? ആരെങ്കിലും നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? നോട്ടം അവളുടെ നേരെയായിരുന്നെങ്കിലും ചോദ്യം ആ നേരം കൊണ്ട് ചുറ്റും കൂടി നിന്ന എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കിയായിരുന്നു. എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ നീ പറയുന്നുണ്ടോ ധാത്രി? അവന്റെ ശബ്ദം ഉയരുന്നതിനപ്പുറം അവന്റെ ദേഷ്യവും വലിഞ്ഞുറുകിയ മുഖവും ഒക്കെ ദൈവമേൽ തീർത്ത ഭയം ചെറുതൊന്നുമായിരുന്നില്ല. മോനെ, അതൊന്നുമില്ലടാ. അവരെ അമ്മമ്മയും കൊച്ചുമോളും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നം, അല്ലാതെ വേറൊന്നുമില്ല. അവരവനെ മാക്സിമം സമാധാനിപ്പിക്കണമെന്നോണം അത്രയും മയത്തിൽ ചോദിച്ചു. ആണോ? എന്നാൽ പിന്നെ വന്നു കയറി ഒരു ഉറക്കം എഴുന്നേറ്റപ്പോഴേക്കും അമ്മമ്മയ്ക്ക് കൊച്ചുമോളെ കരയിക്കാൻ പാകത്തിന് കിട്ടിയ കാരണം എനിക്കും കൂടി ഒന്ന് അറിയണമല്ലോ. എന്താണത്? അവളുടെ കൈത്തണ്ടലിൽ പിടിവിട്ട് അവൻ കല്യാണിയമ്മയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. ഒരിക്കലും അങ്ങനെയൊരു സാഹചര്യം പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ അവന്റെ ആ നിൽപ്പിലും ചോദ്യത്തിലും കല്യാണിയമ്മ ഭയന്നു. കല്യാണിയമ്മ, ഞാൻ ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ? അവന്റെ വലിഞ്ഞു മുറുകിയ മുഖം അവരിൽ വല്ലാത്തൊരു ഭയം ജനിപ്പിച്ചു. പറഞ്ഞു കല്യാണിയമ്മേ, എന്തായിരുന്നു ആ തമാശ? അത് കേട്ടിട്ടവൾ ഇത്രയും സന്തോഷിക്കണമെങ്കിൽ തമാശ അത്രയും ഗംഭീരമായിരിക്കണമല്ലോ. കരഞ്ഞു കലങ്ങിയ കണ്ണിലേക്ക് ഒരിക്കൽ കൂടി നോക്കിയവൻ സ്വന്തം കണ്ണുകൾ ഇറുക്കിയടച്ച് സ്വയം നിയന്ത്രിച്ചുകൊണ്ട് പല്ല് ഞെരിച്ചു. അത് മോനെ, ഞാൻ പെണ്ണിനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞതാ, അല്ലാതെ ഒന്നുമില്ല. അവരുടെ ശബ്ദം വിറച്ചു. ആ കാര്യം എന്താണെന്നാണ് എനിക്കറിയേണ്ടത്. കരിങ്കലിനെ പോലും പിളർക്കുന്ന ശബ്ദം അവരെ എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചു. വംശി! ദേവമ്മ അവനെ വിളിച്ചെങ്കിലും അതൊന്നും കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള മനസ്സായിരുന്നില്ല ആ നിമിഷം അവനിൽ. അത് മോനെ, പെണ്ണ് പുറത്തായിരുന്നില്ലേ? ആ സമയത്ത് ഇങ്ങനെ കട്ടിലൊക്കെ കിടന്ന് എല്ലായിടവും തൊട്ടു മുടിച്ചു. കൂടെ നിന്നവൾ എന്തോ മഹാപരാധം ചെയ്ത പോലെയായിരുന്നു അവരുടെ മുഖഭാവം. മുടിക്കാനോ? എന്തു മുടിക്കാൻ? അതുപോലെ ആര് പുറത്താണെന്നാണ്? അവൻ അലറുകയായിരുന്നു. അത് മോനെ, പെൺകുട്ടികൾ തീണ്ടായ്മയായാൽ അവരെങ്ങനെ എല്ലായിടവും തൊട്ടും പിടിച്ചു ഒന്ന് നടന്നുകൂടാ. അതുപോലെ കട്ടിലും വേറെ തുണികളിലൊന്നും തൊട്ടുകൂടാ. അശുദ്ധിയുള്ള സമയമല്ലേ? അതാ കല്യാണിയമ്മ പറഞ്ഞത്. വംശിയുടെ ദേഷ്യത്തിന് അവന് മനസ്സിലാകും പോലെ ദൈവമ്മ പറഞ്ഞതിന്റെ ദേഷ്യം അത് അവനെ ആളി കത്തിക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്കൊക്കെ എന്താ ഭ്രാന്താണോ? അല്ല, നിങ്ങളൊക്കെ ഇത് ഏത് കാലത്താണ് ജീവിക്കുന്നത്? അവന്റെ ദേഷ്യം അടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. വംശി! എന്ത് വംശി? സത്യം പറയാലോ, നിങ്ങൾക്കൊക്കെ ഭ്രാന്താണ്. അവനത് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയല്ല മോനെ, ഇതൊക്കെ പണ്ട് മുതലെയുള്ള ആചാരങ്ങളല്ലേ. അപ്പൊ പിന്നെ എന്താചാരങ്ങൾ? ഇതിനെയൊക്കെ ആചാരമെന്നല്ല പറയേണ്ടത്, ദുരാചാരങ്ങൾ എന്നാണ് പറയുന്നത്. ഒരു പെൺകുട്ടി ഇങ്ങനെയായാൽ എങ്ങനെയാണ് അശുദ്ധിയാവുന്നത്? എങ്ങനെയാ അവള് തൊട്ടുകൂടാത്തതാവുന്നത്? എനിക്കൊന്ന് പറഞ്ഞു തന്നേ. കാരണം സത്യമായിട്ടും നിങ്ങൾ ഈ പറയുന്ന കോൺസെപ്റ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല. മുന്നിൽ നിൽക്കുന്നവരെ കേൾക്കാൻ എന്ന പോലെ അവിടെ കിടന്ന കസേര അവളുടെ മുന്നിൽ വലിച്ചിട്ട് അതിൽ നീണ്ടു നിവർന്നിരുന്നു വംശി. അതുകൂടെ കണ്ടതും മനസ്സിൽ എന്തൊക്കെയോ അവൻ ഉറപ്പിച്ചിട്ടാണ് ഇരിക്കുന്നതെന്ന് മുന്നിൽ നിൽക്കുന്ന 3 പേർക്കും മനസ്സിലായി. പറഞ്ഞു കല്യാണിയമ്മേ, എങ്ങനെ ഈ അശുദ്ധി വരുന്നേ? കണ്ണിൽ നോക്കിയുള്ള ആ ചോദ്യത്തിൽ അവരുടെ തൊണ്ട വിഴണ്ടു. അതുമോനെ, പണ്ട് മുതൽക്കേ. പണ്ട് മുതൽ ബാക്കി പറയ്. അതുപോലെ നമ്മുടെ വിശ്വാസം, ആചാരം, അതൊന്നുമല്ല എന്റെ ചോദ്യം. ഇവളുടെ ഈ അവസ്ഥ എങ്ങനെ അശുദ്ധിയാവും? അത് മോനെ, കൃത്യമായൊരു ഉത്തരം പറയാൻ അറിയില്ല അല്ലേ? അവരുടെ മുഖം വാടി. എന്നിട്ടാണോ നിങ്ങൾ ഈ പെണ്ണിനെ വായിൽ വന്നതൊക്കെ പറഞ്ഞ് കരയിച്ചത്? നിങ്ങളിപ്പോ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ബുൾഷിറ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, അതെന്റെ ചിന്തകൾ വിട്ടേരെ. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസങ്ങൾ വലുതായിരിക്കും, ഞാൻ അതിലും കൈകടത്തുന്നില്ല. പക്ഷെ ഈ അശുദ്ധിയും തൊട്ടുകൂടാത്തതിന്റെ ഉത്തരം എനിക്ക് കിട്ടിയേ പറ്റൂ. അങ്ങനെ ചോദിച്ചാൽ അവർ പരിങ്ങി. കാരണം അവരുടെ പൂർവികർ അവരോട് പറഞ്ഞതും അവര് ചെയ്തതും അവരും പാലിക്കുന്നു. അതിനപ്പുറം മറ്റൊന്നും ആലോചിക്കുന്നില്ല. പറയാൻ കൃത്യമായ ഉത്തരമില്ലല്ലേ? എങ്കിൽ ഞാൻ പറയാം ശരിക്കുള്ള കാരണം.
ഇങ്ങനെ ഈ അവസ്ഥയിലിരിക്കുന്ന പെൺകുട്ടികൾക്ക് ക്ഷീണവും തളർച്ചയും കൂടുതലായിരിക്കും. അതുകൊണ്ട് ഈ സമയത്ത് അവര് വിശ്രമിച്ചോട്ടെന്ന് കരുതി ആരോ ഉണ്ടാക്കിയ ഒരു രീതി. അതിന് നിങ്ങളെപ്പോലുള്ള കുറെ പേര് ചേർന്ന് അശുദ്ധിയും തീണ്ടലും അങ്ങനെ പലതുമാക്കി അതിന്റെ വിശുദ്ധി അങ്ങ് കളഞ്ഞു. ഇതൊക്കെ നിങ്ങൾ കാണിക്കുമ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ? ഈ പറയുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നില്ലെങ്കിൽ അവരൊന്നും നാളെ ഗർഭിണികളാകില്ലല്ലോ. അങ്ങനെ ആയില്ലെങ്കിൽ നിങ്ങളൊക്കെ തന്നെയല്ലേ അവരെയും ചുറ്റും കൂടിയെന്ന് പല പേരും വിളിച്ച് കൊച്ചിനെ ഉണ്ടാക്കാൻ കഴിവില്ലാത്തവളെന്ന് പറഞ്ഞ് ക്രൂശിക്കുക. അപ്പോ ഈ പറയുന്ന അശുദ്ധി നിങ്ങളുടെ ഒന്നും നാവിൻ തുമ്പിൽ വരില്ലല്ലോ. അവൻ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളിൽ നിന്ന് ഉരുകുകയായിരുന്നു കല്യാണിയമ്മയും ദേവമ്മയും. അതൊക്കെ വിട്ടേരെ. ഇത്രയും നാളും നിങ്ങൾ പറയുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കാത്തു സൂക്ഷിച്ച് അതുപോലെ നടന്നവൾ ഇപ്രാവശ്യം അങ്ങനെ ഒരു കാര്യം ചെയ്യാതിരിക്കുമ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിച്ചുകൂടായിരുന്നോ? എന്ത് കാരണം? അവളുടെ ഒഴിച്ച് ബാക്കി രണ്ടുപേരുടെയും മുഖം ചുളിഞ്ഞു. ഈ അട്ടഹാസം നടത്തും മുന്നേ അവളോട് ചോദിക്കണമായിരുന്നു. രണ്ടുപേർക്കും അതിനൊന്നും സമയം കിട്ടിക്കാണില്ലല്ലോ. എന്താ മോനെ, എന്താ കാര്യം? എന്തായാലും പറയാനുള്ളതെല്ലാം കാര്യമായിട്ട് ചീത്ത പറഞ്ഞതല്ലേ, അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ രണ്ടും കാര്യം അറിയണ്ട. അവരെ നോക്കി പറയുന്നതിനൊപ്പം അവൻ തന്നെ പോയി പെണ്ണിന്റെ മുന്നിൽ നിന്നു. രാവിലെ കഴിക്കേണ്ട മെഡിസിൻ കഴിച്ചിട്ടാണോടി നിന്റെ ഈ കരച്ചിൽ നാടകം നടക്കുന്നത്? ഇത്രയും നേരം തനിക്ക് വേണ്ടി യുദ്ധം ചെയ്തവൻ ഒറ്റയടിക്ക് അവളെ പ്രതിയാക്കിയെന്ന് കണ്ടതും പെണ്ണിന്റെ ചുണ്ട് പിന്നെയും വിതുമ്പി. മോങ്ങാതെ കാര്യം പറയടി. അവളൊന്ന് തലവെട്ടിച്ചതും സൈഡിൽ വെച്ചിരുന്ന ഫ്ലവർ വേസ് പലതായി ചിന്നി ചിതറി. പിന്നെ ആർക്കുണ്ടാക്കാനടി അവിടെ മരുന്ന് വാങ്ങി വെച്ചിരിക്കുന്നത്? ഞാൻ ഞാൻ കഴിച്ചോളാം. കഴിച്ചോളാം എന്നല്ല, ഇപ്പൊ കഴിക്കണം. പറയുന്നതിനൊപ്പം തന്നെ അവളുടെ കൈത്തട്ടയിൽ പിടിച്ചവനെ ടേബിളിൽ കൊണ്ടിരുത്തി. പിന്നെ ഒന്നും നോക്കാതെ താൻ കഴിച്ചിരുന്ന പ്ലേറ്റ് അവൾക്ക് മുന്നിലേക്ക് നീക്കിവെച്ച് അതിലേക്ക് 2 ഇടിയപ്പം കൂടി എടുത്തിട്ട് കറി ഒഴിച്ചു. ഇത്രയും വേണ്ട. കുറച്ചു മുന്നേ അവന് ഇടിയപ്പം വെച്ചതിൽ ഒരെണ്ണം മാത്രമേ അവൻ കഴിച്ചിരുന്നുള്ളൂ. അതിന്റെ കൂടെയാണ് ഇപ്പോൾ 2 എണ്ണം കൂടി. മര്യാദയ്ക്ക് നീയായിട്ട് കഴിച്ചാൽ ഇതിൽ ഞാൻ നിർത്തും. അല്ലെങ്കിൽ ആ പാത്രത്തിലിരിക്കുന്ന ബാക്കി കൂടി തട്ടിയിട്ട് ഞാൻ നിനക്ക് വാരിത്തരും. പറയ്, എന്താ വേണ്ടേ? അവളുടെ ചെവിക്കീഴിലേക്ക് ചാഞ്ഞ് പതിയാണ് പറഞ്ഞതെങ്കിലും അവന്റെ ആ സമയത്തെ മുഖം കണ്ടാൽ അവൻ അങ്ങനെ തന്നെ ചെയ്യിപ്പിക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു.